10,000 രൂപയുണ്ട്. ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. ഇത് പെട്ടിയിൽ വെച്ചിട്ടായിരുന്നോ തന്റെ കളി? അപ്പോ താടിയുള്ള അപ്പനെ പേടിയുണ്ടല്ലേ? അപ്പൂട്ടൻ വന്നപ്പോ ഇളകാത്ത കാശ് ഇളകി. അതാണ് നമ്മുടെ മെമ്പർ അപ്പൂട്ടൻ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. നമസ്കാരം. ആ കുഞ്ചാരെ, പട്ടാളത്തിലുള്ള മകന്റെ പണവും കത്തുമൊക്കെ വരാറില്ലേ? നീലി, ചാത്തൂട്ടി കുടിച്ചിട്ട് വന്നിട്ട് രാത്രി ദേഹോപദ്രവൊന്നുമില്ലല്ലോ. അപ്പൂട്ടൻ വന്ന് പേടിപ്പെടുത്തിയ പിന്നെ വിളക്ക് വെക്കുന്നതിന് മുമ്പ് ആള് കുടിയിലുണ്ട്. സന്തോഷം. അംബുജം, നിന്റെ ഭർത്താപ്പോഴും പഴയ കാളവാസ് തന്നെയാണല്ലോ. നീ പോടാ അവിടുന്ന്. സന്തോഷം. അപ്പൂട്ടൻ വളം വാങ്ങാനുള്ള പണം കുളമായില്ലടാ. ഒന്ന് പതുക്കെ പറയടാ. എന്തിനടാ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തില്? പാവങ്ങളല്ലടാ, ഇതിങ്ങടെ കണ്ണീര് കാണുമ്പോ ഒന്നും കണ്ടില്ല എന്ന് നടിക്കാൻ അപ്പൂട്ടനാവില്ല. നമസ്കാരം അപ്പൂട്ട. നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? ശാരദ ടീച്ചറെ, വെയിൽ കൊണ്ട് വാടാതെ അകത്തേക്ക് കയറി നിൽക്ക്, സൗകര്യമായിട്ട് നിൽക്ക്. അപ്പൂട്ടം വക വെയിറ്റിംഗ് ഷെഡിന് ചോർച്ചയൊന്നുമില്ലല്ലോ. 9,638 രൂപ 40 പൈസ ചെലവാക്കി കെട്ടിയതാ. ഇവിടെ കോടികൾ മുടക്കി ഉണ്ടാക്കി ഇടമേലാർ അണക്കെട്ട് വരെ ചോർന്ന്. പിന്നെയാണ് ഈ നക്കാപ്പിച്ചയുടെ വെയിറ്റ് ഷെഡ്. എന്തായാലും വളരെ ഉപകാരമായി അപ്പൂട്ട. മഴയും വെയിലും കൊള്ളാം ഇക്കാലം. ഓഹോ, കേട്ടില്ലടാ. ഇതിനു വേണ്ടി അപ്പൂട്ടനെല്ലാം ചെയ്യണത്. വെറുതെ എല്ലാം നാട്ടുകാരെന്നെ പിടിച്ച് പഞ്ചായത്ത് മെമ്പറാക്കിയത്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടല്ലോ. കുടിവെള്ള പ്രശ്നമൊന്നുമില്ലല്ലോ. വെള്ളം കോരിത്തരം പുതിയ ആളെ നിയമിക്കണ്ടല്ലോ. അപ്പൂട്ട വായനശാലയിലേക്ക് ഒരു ടി വി മേടിച്ചു തരുവോ? ക്രിക്കറ്റ് കാണാൻ. എന്ത് വിളിച്ചടാ? അപ്പൂട്ടനോ? എടീ കോമതി, ഈ താമരക്കുളത്ത് ഇന്നലെ വെച്ച് വീണ കൊച്ചു തൊട്ട് വയതായി ചാവാൻ കിടക്കണവർക്ക് വരെ അവൻ അപ്പൂട്ടനാ. പേച്ചിത്തള്ളേ, വാർദ്ധക്യ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടടാ മോനെ. നിന്റെ കല്യാണം വന്ന് ഉറപ്പിച്ചോ മോനെ? ഇല്ലല്ലോ. നിനക്ക് പ്രായം എത്രയായിന്നറിയൂ? ഈ വരുന്ന ചിങ്ങത്തില് 30 വയസ്സ്. അയ്യോ, എന്തിനു ഓർമ്മശക്തി? അതേടാ, ഈ വയറ്റാട്ടിയുടെ കയ്യിലേക്കാ ഇവരെ തെറ്റിട്ടത്. ആദ്യം ചത്തവും ചൂരും ഒന്നും ഇല്ലായിരുന്നു. എല്ലാരും പേടിച്ചുപോയി. പിന്നെ വാ കീറി ഒരലർച്ച. ആ കൈ ഇങ്ങോട്ട് കാണിച്ചേ. മുറുക്കാൻ മേടിച്ചോ. എന്റെ മക്കള് നന്നായി വരും. ഇത് എത്രാമത്തെ പ്രാവശ്യടാ? 50 രൂപ കിട്ടാനില്ല തള്ളടി പ്രസംഗം. എന്നാലും അത് കേക്കണതൊരു രസാടാ. എന്താ അപ്പൂട്ടാ ഇത്? വെളുപ്പിന് ഇറങ്ങി പുറപ്പെട്ടതല്ലേ? ഉച്ചയ്ക്ക് ഉണ്ണാൻ പോലും വന്നില്ലല്ലോ. അപ്പൂട്ടം വരാതെ എനിക്ക് പോവാൻ പറ്റുമോ? എനിക്കിന്ന് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. ഇനി കുഞ്ഞലക്ഷ്മി പോയിക്കോളൂ. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എടുത്തു കഴിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പൂട്ട, ടൗണിൽ പോയിട്ട് വരുമ്പോ എനിക്കൊരു കൂടെ കൺവെൻഷൻ വാങ്ങിക്കൊണ്ടിരാൻ മറക്കല്ലേ? ചേടാ, വേലക്കാരി തള്ളയുടെ മോൾക്ക് കൺവെൻഷൻ എഴുതാനും ചെലവ് അപ്പൂട്ടന്റെ വക. ഈ പറയുന്ന ആള് അപ്പൂട്ടന്റെ ചക്കാത്ത് പറ്റി നന്നായി ചേർത്തിട്ടുണ്ടല്ലോ. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കണോടാ. അല്ല, ആ വക്കച്ചനെ അറുന്നൂട്ടിക്കാനും കണ്ടില്ലല്ലോ. അപ്പൂട്ടാ, നമ്മൾ കുളിക്കാണ്. ഇതാ വരണു. പതുക്കെ വന്നാ മതി. അപ്പൂട്ടന്റെ എണ്ണ, അപ്പൂട്ടന്റെ സോപ്പ്, അപ്പൂട്ടന്റെ വെള്ളം, കുളിയടാ കുളി. വക്കച്ചനെത്തി. കീഴെ പറമ്പിലെ തേങ്ങ ഇടയിൽ കഴിഞ്ഞു. ആകെ തേങ്ങ 4,300. അതിൽ വെട്ടുകാരനും സൂക്ഷിപ്പുകാരനും പരിസരവാസികൾക്കും കൊടുത്തിട്ട് ബാക്കി തേങ്ങ 4,000. അതില് വക്കച്ചന്റെ വട്ടച്ചെലവ് കഴിച്ചിട്ട് ബാക്കി എത്രയുണ്ടെന്ന് പറ. 13,620 കണക്കതിലുണ്ട്. മണിയാ, കുറിച്ചിട്ടോ? കുറിച്ചിടുന്നുണ്ടേ. ഇന്നത്തെ വരവ് തേങ്ങ വിറ്റ വകയിൽ 13,620 രൂപ. ചെലവ് ശങ്കരേട്ടനെ സഹായിച്ച വകയിൽ 10,000. മച്ചിങ്ങിലെ മാധവിക്കുട്ടി കരഞ്ഞു കാണിച്ചപ്പോ കൊടുത്തത് 100. പേച്ചിത്തള്ള പേരെടുത്ത കഥ പറഞ്ഞ വകയിൽ 50. ആകെ 10,150. പിന്നെ ശങ്കരേട്ടന് സഹതാപം തോന്നിയ വകയിൽ കൊടുക്കേണ്ട നെല്ല് 2 ചാക്ക്. പുരോഗമിക്കുന്നുണ്ടേ. ഒന്ന് പതുക്കെ പറയടാ, അമ്മ കേക്കും. ആകെ വേർതൊലിക്കുന്നു. ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിക്കുന്നതൊക്കെ കൊള്ളാം, സോപ്പടിച്ച് മാറ്റരുതിട്ടോ. മതി മതി. ഇക്കാടെ ശരീരത്തിനും ചർമ്മകാന്തിക്കും വെണ്ണീര് പൂശിയാ മതി. ഇതേ 66 രൂപ 75 പൈസയുടെ കുട്ടിക്കൂറയാ. വേണ്ടടാ, അന്റെ ഓശ രാമൂട്ടിക്ക് വേണ്ട. ഞാനേ അന്റെ പാട്ട PS സോപ്പിട്ട് കുളിക്കാൻ വന്നതല്ല.
ഇന്ന് മുഴുവനും കടുവാശ്ശേരിയിൽ ആ ബ്രോക്കർ രാമൻകുട്ടിനെ പുറങ്ങെടുക്കായിരുന്നു. എന്തിന്? നിനക്കൊരു പെണ്ണന്വേഷിക്കാൻ. ഇക്ക എന്നിട്ട് എന്താ ഇക്ക? പെണ്ണ് ശരിയായോ? പറയാൻ മനസ്സിലാ, വിട്. എന്റെ പൊന്നിക്കയല്ലേ, പിണങ്ങാതൊന്ന് വിശദമായിട്ട് പറയണ്ട. ചേട്ടാ, അത് വലിയ പൊല്ലാപ്പല്ല, വിട്. നമുക്ക് ഞാൻ പറയാം. കടുവാശ്ശേരിയിലെ വാസുദേവ പണിക്കര മോള് ഓമനക്കുട്ടിയാ പെണ്ണ്. ജാതക ഉത്തമത്തിൽ ചേർന്നിരിക്കുക. ഇക്ക പെണ്ണെങ്ങനെ? പോയി നോക്കണം നമുക്ക്. ഇക്ക ബാക്കി പറ. ചേട്ടാ, നല്ല മുഞ്ചത്തി പെണ്ണ്, വലിയ തറവാട്ടേര്. നാളെ രാവിലെ 10 മണിക്ക് എന്നെ അവിടെ എത്തിക്കാന്ന് നമ്മൾ വാക്കുകൊടുത്തിരിക്കുക. അതിനെന്താ, പോവാലോ. ആ, ബ്രോക്കർ രാമൻകുട്ടി മാധവന്റെ കടയിലുണ്ടാവും, ഞാനും അവിടെ ഉണ്ടാവും. അവിടെ നമുക്ക് ഒന്നിച്ചു പോവാ. ഇക്ക ഊണ് കഴിച്ചിട്ട് പോവാം. വേണ്ട, ഇനി ഊണ് വേണ്ട. ലേശം കഴിച്ചിട്ട് പോവാന്ന്. അത് ഞാൻ വന്നപ്പോഴേ എടുത്ത് കഴിച്ചടവായ. ഓമനക്കുട്ടി, നല്ല മൊഞ്ചുള്ള പെണ്ണ്. ഇപ്പൊ വെള്ളം ഇറക്കണ്ടേ? മൊഞ്ചാണോ കൊഞ്ചാണോ നമുക്ക് നാളെ കണ്ടിട്ട് തീരുമാനിക്കേ. ഇനി തീരുമാനിക്കാനൊന്നുമില്ല. കടുവാശ്ശേരിയിലെ കേസ് അങ്ങോട്ട് ഉറപ്പിക്കാൻ നല്ലത്. 1ഉം 2ഉം അല്ല, 48ാമത്തെ പെണ്ണ് കാണില്ല. മൂപ്പർക്ക് പെണ്ണ് കെട്ടണമെന്നൊന്നും ഉണ്ടാവില്ല. പെണ്ണും പിടക്കൊഴിയും ആയാലേ ഇങ്ങനെ ഒറ്റേനെ പോലെ ചുറ്റിക്കറങ്ങി നടക്കാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ അപ്പോട്ട് എന്നും ഇങ്ങനെ നിൽക്കണമെന്നാണോ? എല്ലാരും കൂടെ കാര്യമായിട്ടൊന്ന് ഉത്സാഹിക്കണം. ഉത്സാഹിക്കഴിഞ്ഞിട്ടാണോ 100 കൂട്ടം തടസ്സങ്ങൾ? ഒന്നുകിൽ ജാതകം ചേരില്ല, അല്ലെ പെണ്ണിന് ഇഷ്ടാവൂല. ഇക്കണക്കിന് പോയ അപ്പൂട്ടിന് ഈ ജന്മത്തൊരു കല്യാണം ഉണ്ടാവില്ല. അത് വിട് കുട്ടപ്പ, ഈ ഓമനക്കുട്ടിനെ എല്ലാരും പാസ്സാക്കി വിട്ടിരിക്കും. എന്താ സംശയമുണ്ടോ? സംശയമുണ്ട്. പെണ്ണിനെ കണ്ടുവന്നിരിക്കുന്ന ഇക്കായ ആയതുകൊണ്ട് അല്പ സംശയമുണ്ട്. ആ, ബ്രോക്കർ എത്തിയല്ലോ. മതോട്ടാ, കടുപ്പത്തിലൊരു ചായ. ആ, മണി 10 ഇനി അപ്പോട്ടിനെത്തിയില്ലേ? ഇല്ല, ഇപ്പൊ എത്തും. അവന്റെ ഇന്നത്തെ കോളത്ത് രാമൻകുട്ടി കുറെ നാളായി അപ്പൂട്ടന്റെ പെണ്ണന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ. കൂടെ നടക്കുന്ന മണിയനൊരു പെണ്ണ് വേണ്ടേ? ഉണ്ടല്ലോ, നക്ഷത്രം തൃക്കേട്ട, 5 അടി 3 ഇഞ്ച് പൊക്കം, ചെമ്പകപ്പൂവിന്റെ നിറം, ഒറ്റ മകൾ, 1 കിലോ സ്വർണം, 5 ലക്ഷം രൂപയുടെ സ്വത്ത്. നല്ല യോഗ്യതയുള്ള കുട്ടി. ധൈര്യമായിട്ട് എന്ത് ജോലി ഏൽപ്പിക്കാം. ചുറ്റുപാട് നോട്ടമെത്തും. പെണ്ണിന്റെ 2 കണ്ണും 2 ദിക്കിലേക്കാ. ഒന്ന് തെക്കോട്ടും മറ്റൊന്ന് വടക്കോട്ടും. നിന്റെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞാണോ? മണ്ടായി, എന്റെ അച്ഛൻ കെട്ടാതെ എങ്ങനെ ഞാനുണ്ടാവുക? എന്നാ ഈ പെണ്ണിനും കൂടി നിന്റെ അച്ഛനെ കൊണ്ട് കെട്ടിച്ചാ മതി. മാധവേട്ടാ 2 ചായ. മാധവന്റെ കെട്ടിയോള സ്വരത്തിനെന്താ അത്ര വലിയ കടുപ്പം? അമ്മയോട് തോറ്റതിന് അങ്ങാടിലെന്ന് പറഞ്ഞ പോലെ വീട്ടിലെ ദേഷ്യം ഇവിടെ തീർക്കുക. ഒരെണ്ണം വിത്തൗട്ട്. നിനക്ക് പഞ്ചാരയാണെന്ന് ഞാൻ അറിഞ്ഞാ പോരെ, നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോടി. കൊണ്ടുപോയി കൊടുക്കടാ. ആ അപ്പുട്ടിനെത്തി. മാധവേട്ടാ, ഇനി ഇറങ്ങിയില്ലേ? പെട്ടെന്ന് വേണം. രാജകാലത്തിനും കുളികാലത്തിനും മുമ്പ് കടുവാശ്ശേരിയിൽ എത്തണം. പെട്ടെന്നാവട്ടെ. അങ്ങേർക്ക് കടയടയ്ക്കാൻ കാരണമില്ലാണ്ടിരിക്കുകയായിരുന്നു. റോഡ് വെട്ടിന്റെ ഉദ്ഘാടന ചുമതല എന്നെ ഏൽപ്പിച്ച നാട്ടുകാരോട് എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ ഈ കർമ്മപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നേക്കാൾ യോഗ്യത താമരക്കുളത്തെ തലമുതിർന്ന കർഷക തൊഴിലാളിയായ കുമാരേട്ടനാണ്. അതിനായി ശ്രീ കുമാരേട്ടനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കുമാരേട്ടൻ മുമ്പോട്ട് വന്നേ. വരച്ചു വെച്ച് കൊടുക്കാൻ പറ്റേ? പത്രത്തിൽ ഫോട്ടോ വാർത്തയൊക്കെ വരണ്ടേ? ഈ സ്വല എവിടെ? ഈ സ്വല എവിടെ പോയി കിടക്കുന്നത്? സ്വന്തം ലേഖകനെത്തി, സ്വന്തം ലേഖകനെത്തി. ഉദ്ഘാടന പ്രസംഗം ഒന്നുകൂടാകട്ടെ. വേണ്ട, നീ ഫോട്ടോ എടുത്താൽ മതി. അപ്പൂട്ടാ, ആ മമ്മട്ട് ഒന്നുകൂടെ വാങ്ങിട്ട് കൊടുക്കും. അപ്പൂട്ടാ ഒന്ന് ചിരിച്ചേ. കുമാരേട്ടാ ഒന്ന് വികാര നിർഭരനായി നിന്നേ. കുമാരേട്ടാ, അടി വയറ്റിന്ന് മോശം കേറി മുഖത്ത് വരട്ടെ. ക്യാമറയുടെ മുമ്പിൽ വികാരം കാണിക്കുക. ഇയാളെന്താ വല്ല മമ്മൂട്ടിയോ മോഹൻലാലാണോ? പകൽ അന്ത്യോളം പാടത്ത് പണിയെടുത്ത് അരിയും മുളകും കുടിലേക്ക് വാങ്ങിച്ചിട്ട് വന്ന ഇയാളുടെ മുഖത്തെ ഒരു വികാരം ഉണ്ടാവൂ. താൻ ഫോട്ടോ എടുക്കണോ? തുടങ്ങിക്കോ. വരട്ടെ, റോഡ് വെട്ടാൻ വരട്ടെ. നമ്മുടെ അച്യുതൻ നമ്പ്യാരുടെ പറമ്പിക്കൂടി റോഡ് വെട്ടാൻ പാടില്ല കൽപ്പന. ആരുടെ കൽപ്പന? കോഴിക്കാട്ടിൽ അച്യുതൻ നമ്പ്യാരുടെ കൽപ്പന. സർക്കാരിൽ നിന്ന് ഉത്തരവ് വാങ്ങിയതാ. ഞങ്ങൾ റോഡ് വെട്ടും. തടയാൻ ധൈര്യമുള്ളവൻ തടയടാ. എവിടാ നിന്റെയൊക്കെ കോഴിക്കടൻ? പിന്നെ എന്തൊക്കെയുണ്ട് അപ്പൂട്ടാ? കല്യാണക്കാരൊക്കെ ഉടമ്പടിയായി. കടുവാശ്ശേരിലെ പെണ്ണുങ്ങളെല്ലാം കലങ്ങിയെന്ന് കേട്ടല്ലോ. ചേട്ടാ, ഞാനതല്ല ആലോചിക്കുന്നത്. ഇത്രയൊക്കെ ജനസമ്മതി ഉണ്ടായിട്ടും ഇവനെന്താ പെണ്ണ് കിട്ടാത്തത്? ഇനി എന്റെ സഹായം വലുത് ആവശ്യമുണ്ടോ?
അതിന് കോഴിക്കാട്ടിൽ അച്യുതൻ നമ്പ്യാർക്ക് എങ്ങാണ്ടെന്നും തട്ടിക്കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന പാച്ചാളം തങ്കമ്മയില് പെമ്മക്കളൊന്നും ഇല്ലല്ലോ. അല്ല പൂട്ട, നമ്മൾ തമ്മിലൊരു വാക്കേറ്റം വേണ്ട. എന്റെ വീടത്തിലുള്ള റോഡ് വിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അന്ന് മന്ത്രിയുടെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് നിങ്ങൾ എന്നെ സമ്മതിച്ചല്ലേ? അതന്ന് അതേ മന്ത്രി തന്നെയാണ് സ്വന്തം ആൾക്കാർ ഉപയോഗിച്ച് വോട്ട് തിരിമറി നടത്തി എന്നെ തോപ്പിച്ചത്. അതുകൊണ്ടാണ് നീ ജയിച്ചത്. അതുകൊണ്ട് ഈ നാട് രക്ഷപ്പെട്ടില്ലേ? നിർത്ത അപ്പുട്ട, എന്തിനെത്ര തിടുക്കത്തിൽ ഇവിടെ റോഡ് വെട്ടേണ്ട ആവശ്യം? നമ്പ്യാർക്കറിയാലോ, താമരക്കുളത്തുകാർക്ക് ഒരു അസുഖം വന്ന ആശുപത്രിയിലേക്ക് പോകേണ്ടത് വട്ടക്കുഴി കവല വഴിയാ. ഒരു സ്ത്രീക്ക് പ്രസവവേദന വന്ന 8 കിലോമീറ്ററോളം വണ്ടി ഓടണ്ട നമ്പ്യാര്. ഈ റോഡ് വന്നാൽ അത് എളുപ്പമാവില്ലേ? നീ ഒരു പെണ്ണ് കെട്ടി അവള് ഗർഭിണിയായി അവക്ക് പ്രസവവേദന വരുമ്പോഴല്ലേ അത് അപ്പ നോക്കിയാ പോരാ പൂട്ട. ഈ റോഡ് വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി തന്റെ സമ്മതം ഒന്നും വേണ്ട. നോക്കി നിൽക്കാതെ കയറി വിട്ടടാ. ഇറങ്ങി ഇറങ്ങി വാ, പെട്ടെന്ന് പെട്ടെന്ന്. എന്റെ ചേട്ടാ ചില്ലറ വേണ്ട വാങ്ങിയരേ. ടൗണിൽ എന്തൊക്കെയാണെടാ ഫലേ വിശേഷങ്ങള്? പേച്ചി തള്ള അവിടെ ആരും അന്വേഷിച്ചില്ല. ടൗണിൽ ധാരാളം ആശുപത്രികളുണ്ട്. ഒന്ന് പോടാ. പുതിയ വാർത്തകൾ വല്ലതും ഉണ്ടോ എന്നാ ചോദിച്ചത്. ഉണ്ട്. നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരു വാർത്തയുണ്ട് എന്റെ തള്ളേ. പോടാ. സരസ്വതിച്ചേ, അമ്പിളിയുടെ ഒരു ഫോട്ടോ വേണം. എന്തിനാ? അമ്പിളിക്ക് പ്രീ ഡിഗ്രിക്ക് റാങ്ക് ഉണ്ട്. സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഇന്ന് തന്നെ ഫോട്ടോ പത്രാഫീസിൽ എത്തിക്കണം. മാധവേട്ടാ, അമ്പിളിക്ക് റാങ്ക് ഉണ്ട്. റാങ്ക്? മാധവേട്ട, ഒരു ലക്ഷം പുട്ട്. അമ്പിളിക്ക് റാങ്ക് കിട്ടിയ പ്രമാണിച്ച് ഇന്ന് പുട്ടില്ല കട്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഇന്ന് തയ്യലും തൊഴിലൊന്നും വേണ്ട. സരസ്വതി ചേച്ചി, സരോജിനി ഇറങ്ങി വാ. ചന്ദ്രിക പാടി. ഓ, ഞാനെങ്ങും വരുന്നില്ല, ഒരുപാട് പണിയുണ്ട്. അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി. താതിനന്ദ 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 തെയ്യന്താരോ, താതിനന്ദ 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 തെയ്യന്താരോ, താതിനന്ദ 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 തെയ്യന്താരോ. അമ്പിളി, അമ്പിളി. എന്താ അമ്മേ? എന്താ മാധവേട്ടാ? മോളെ വേണ്ട, ഞാൻ പറയാം. അമ്പിളി മോൾക്ക് പ്രീ ഡിഗ്രിക്ക് റാങ്ക് കിട്ടി. നേരാണോ അമ്മേ? അതെ മോളെ. ബഹുമാന്യരായ നാട്ടുകാരെ, പ്രീ ഡിഗ്രി പരീക്ഷയിൽ റാങ്ക് വാങ്ങിയ നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രിയായ അമ്പിളിക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് താമരക്കുളം കവലയിൽ അപ്പൂട്ടന്റെ അധ്യക്ഷതയിൽ ചേരുന്ന വമ്പിച്ച പൊതുയോഗത്തിൽ വെച്ച് സ്വീകരണം നൽകുന്നു. തദവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശിവകുമാർ അമ്പിളിയെ പൊന്നാട അണിയിക്കുന്നതാണ്. താമരക്കുളത്തുകാരെ സംബന്ധിച്ചിടത്തോളം എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു സുദിനമാണിന്ന്. സ്വന്തം ആരോഗ്യസ്ഥിതി പോലും മറന്ന് അഹോരാത്രം പണിയെടുത്ത് മകളെ ഈ നിലയിലെത്തിച്ച അമ്പിളിയുടെ മാതാവ് സരസ്വതി അമ്മയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല. അമ്പിളിക്ക് ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ സാമ്പത്തിക പരാധീനതയും സ്വന്തം പിതാവിൽ നിന്നുള്ള ദ്രോഹവും ആ കുട്ടിയെ ദുഃഖത്തിലാഴ്ത്തുന്നു. ഒരു യോഗം സംഘടിപ്പിച്ച് അനുമോദിച്ചതുകൊണ്ടായില്ല. അമ്പിളിയെ കൈപിടിച്ചുയർത്തണം, അവളെ പ്രോത്സാഹിപ്പിക്കണം. അത് ഈ നാട്ടുകാരുടെ കർത്തവ്യമാണ്. അമ്പിളിക്ക് ശോഭനമായ ഒരു ഭാവി നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഞാൻ അമ്പിളിയെ പൊന്നാട അണിയിക്കുന്നു. നാട്ടുകാരെ, ജീവിതത്തിൽ ഉയരണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടണം. എത്രയെത്ര മഹാന്മാരാണ് ചെറ്റക്കുടിലിൽ നിന്നും മണിമാളികൾ എത്തിയിട്ടുള്ളത്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്.
എല്ലാ പേരുകളും ഞാൻ ഓർക്കുന്നില്ല, എന്നാലും ചില പേരുകൾ ഞാൻ ചൂണ്ടിക്കാട്ടാം. ഹാജി മസ്താൻ ബോംബെയിൽ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു, പിന്നെ കോടീശ്വരനായില്ലേ. പിന്നെ ഏതോ ഒരു ശോഭാരാജൻ, ചാൾസ് ശോഭരാജ്, അതെ അവൻ തന്നെ ഇന്ന് ലോക പ്രശസ്തനായില്ലേ. ഇതെങ്ങനെ സാധിക്കുന്നു സുഹൃത്തുക്കളെ? കഷ്ടപ്പെട്ടിട്ട്. പിന്നെ ചിലരുണ്ട് ജനങ്ങളുടെ കൈയ്യടി കിട്ടാൻ വേണ്ടി അങ്ങ് ഇങ്ങൊക്കെ നക്കാപ്പിച്ച കൊടുത്തിട്ട് കേമത്തം ചമഞ്ഞ് നടക്കുന്നവർ. അത് തികഞ്ഞ അല്പത്തരമാണ്, അന്തസ്സില്ലായ്മയാണ്. അതിനൊന്നും അച്യുതൻ നമ്പ്യാരെ കിട്ടില്ല. അമ്പിളി കഷ്ടപ്പെട്ട് പഠിക്കട്ടെ, അതിന് വയ്യെങ്കിൽ അവിടെ നിലയ്ക്കത്തൊരു കല്യാണം നടത്തി അങ്ങ് വിട്ടേക്കണം. ഇതാണ് സരസ്വതിക്കും അമ്പിളിക്കും എന്റെ ഉപദേശം. ഞാൻ പറയുക പട്ടിക്ക് രോമം കിളിർത്ത വല്ലവന് എന്ത് ഗുണമെന്ന് പറഞ്ഞ പോലെ അച്യുതൻ നമ്പ്യാർക്ക് പണമുണ്ടായ സാധുക്കൾക്ക് എന്ത് ബലം. അച്യുതൻ നമ്പ്യാരോ കൊടുക്കില്ല, എന്നാ കൊടുക്കാൻ സന്മനസ്സുള്ളവരെ പുച്ഛിക്കുകയും ചെയ്താലോ? അതായത് പട്ടി പുല്ല് തിന്നുകയില്ല, പശുവിനൊട്ട് തീറ്റിക്കുകയില്ല. താമരക്കുളത്തുള്ളവരെല്ലാം അച്യുതൻ നമ്പ്യാരെ പോലെ അറുപിന്തിരിപ്പന്മാരാണെന്ന് ബഹുമാനപ്പെട്ട MLA തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. അല്ല, മനുഷ്യന്റെ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും നിസ്സഹായാവസ്ഥയും മനസ്സിലാക്കാനും കൈയയച്ച് സഹായിക്കാനും മനസ്സുള്ളവർ ഈ താമരക്കുളത്തുണ്ട്. സരസ്വതി ചേച്ചിയുടെ വീട്ടിലെ അവസ്ഥയൊക്കെ എനിക്കറിയാം. അമ്പിളി പഠിപ്പിൽ മിടുക്കിയാണെന്നും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കുട്ടിയെ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പഠിപ്പില്ലാത്തതിന്റെ കുറവ് ശരിക്കറിയുന്നവരാണ് ഞാൻ. MLA പറഞ്ഞു അമ്പിളിയുടെ മനസ്സിൽ ഒട്ടേറെ മോഹങ്ങളുണ്ടെന്ന്. അമ്പിളിയുടെ മോഹം എന്തായാലും എന്തു തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതിന് എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ചെലവഴിക്കാൻ തയ്യാറാണെന്ന് കൊട്ടാരം വീട്ടിലെ വേലായുധ മേനോന്റെ മകൻ അപ്പൂട്ടൻ ഈ വേദിയിൽ വെച്ച് വാഗ്ദാനം ചെയ്യുന്നു.